ഇനി ഒരു നിമിഷം ഈ ക്യാബിനകത്ത് നിന്ന പോലീസ് സ്റ്റേഷന്റെ തനിക്കുണം എന്താണെന്ന് നീ അറിയും. നിന്റെ മുമ്പിലിട്ട് ചിലപ്പോ ഒരു തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ നിന്റെ മുത്തശ്ശിയെ ചിലപ്പോ. അവര് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും അകത്ത് കൂട്ടുനിൽക്കുന്നവരും. അവരോട് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അമ്മ തിരിച്ചു വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. സർ, ഐ എം അഡ്വക്കേറ്റ് സിറിയക്. ആ ഇരിക്ക. എന്താ കാര്യം? ജയഭാരതി എന്ന സ്ത്രീയുടെ ജാമ്യത്തിന് വേണ്ടി വന്നതാണ്. ആ ജാമ്യം കിട്ടില്ലല്ലോ വക്കീലേ. ജാമ്യം തടയാനുള്ള വകുപ്പ് എന്താ? ദാ ഇത് രണ്ടും പ്രിയങ്കയും പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരിയും പരിശോധിച്ച ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റാ. അവരുടെ മുഖത്തും കയ്യിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വടികൊണ്ട് തല്ലിയന്റെ പാടുണ്ട്. നിരന്തരം വീടിനകത്തും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പീഡിപ്പിച്ചും ശാരീരികമായി ഉപദ്രവിച്ചതും അതിന്റെയൊക്കെ വ്യക്തമായ തെളിവായത്. വകുപ്പ് ഏതാ വക്കീലേ? ഗാർഹിക പീഡനം. പരാതിക്കാരി ആരാ? ഈ നിൽക്കുന്നവന്റെ ഭാര്യ. ഈ നിൽക്കുന്നവന്റെ കൂടെ നിൽക്കുന്നത് ആരാ? ഇവന്റെ ഭാര്യയുടെ ചേച്ചി. പക്ഷേ ഇപ്പോ ഇവര് രണ്ടുപേരും ഒരു മുറിയിലാ ഉറങ്ങുന്നത്. വക്കീലിനിപ്പോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായല്ലോ. സർ, ഇവരുടെ സാഹചര്യം അറിയാതെയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിനും അത് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ ഇടപാടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് നിങ്ങളുടെ വ്യക്തി വൈരാഗ്യമല്ലേ? അത് ഈ കേസിൽ തീർക്കാനുള്ളതല്ലല്ലോ. ആ കറക്റ്റാ വക്കീലേ. അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പ്രിയങ്കയും മുത്തശ്ശിയും തന്നിരിക്കുന്ന പരാതിയിൽ ഇവന്റെയും ഇവളുടെയും പേരുണ്ടാവും. എനിക്ക് അറസ്റ്റ് ചെയ്യായിരുന്നല്ലോ, ഞാൻ ചെയ്തില്ല. എന്താ കാര്യം? വിട്ടുവീഴ്ച. എങ്കിൽ ഇവര് പറയില്ലേ ഇവരെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് CA അറസ്റ്റ് ചെയ്തത് എന്ന്. അതുകൊണ്ട് വക്കീൽ വിട്ടോ. ഇപ്പോ വക്കീലിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നാട്ടിലിപ്പോ ഗാർഹിക പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോവാന്ന് വിചാരിച്ച അപ്പൊ തന്നെ നിങ്ങളെപ്പോലെ തലയിൽ ആളുതാമസമുള്ള അഡ്വക്കറ്റുമാർ വന്നിറങ്ങിക്കോളും. അറിയാവുന്ന നിയമാവലിയൊക്കെ പറഞ്ഞ് പ്രതികളെ അങ്ങ് കൊണ്ടുപോകും. ഫലം എന്താ? നാട് ചീത്തയാവും വക്കീലേ. നാട് ചീത്തയാവെന്ന് പറഞ്ഞാ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നല്ലൊരു പൗരനാ. നാട് നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരു പൗരൻ. അതുകൊണ്ട് വക്കീലിന് പോവാം. സാർ എഴുന്നേക്കാൻ വരട്ടെ. മുത്തശ്ശി മുതിർന്ന പൗരൻ എന്നൊരു കാറ്റഗറി പറ്റ ആളാ. ഒരു സ്ത്രീയാ, ഒരുപാട് അസുഖങ്ങളുള്ള ആളാ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ പുറത്തിറങ്ങി കൊലപാതകം ചെയ്താൽ അത് കുറ്റമല്ലേ? കുറ്റം ചെയ്യുന്നവന്റെ ജാതകമൊന്നും പരിഗണിക്കാൻ പറ്റില്ല വക്കീലേ. പിടിച്ചോണ്ട് പോ. സർ, ഇത് സർ കരുതി കൂട്ടി ചെയ്യുന്നതാ. സാറിന് സമൂഹത്തിനോട് കടപ്പാടില്ല.
കൈനീട്ടി വാങ്ങുന്നവരോടെ കടപ്പാടുള്ളൂ. വക്കീലെ, തന്റെ കൂടെ വന്നുകൊണ്ട് മാത്രം ഇതിനകത്ത് കയറിയ ഇവര് എന്നെ കൈക്കൂലിക്കാരനാക്കാൻ ശ്രമിക്കുന്നത് വക്കീല് കാണുന്നുണ്ടല്ലോ അല്ലേ? ഹ്, ഒരു കേസ് ചാർജ് ചെയ്ത് ഇവറ്റകൾ രണ്ടെണ്ണത്തിനും കൂടി ഞാൻ അകത്തിടട്ടെ? സാറേ, സാറിന്റെ ഈഗോ ഒന്ന് മാറ്റി വെക്കുന്നുണ്ടോ? ദേ, ഈ വൈരാഗ്യമൊക്കെ മാറ്റി വെച്ചിട്ട് സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാവോ? ഹ്, വൈരാഗ്യമാണ് എന്റെ പ്രവൃത്തിക്ക് പിന്നിലെങ്കിൽ അത് കോടതിയിൽ പോയി തെളിയിക്കും. ഇനി ഒരു നിമിഷം ഈ ക്യാബിനകത്ത് നിന്ന പോലീസ് സ്റ്റേഷന്റെ തഞ്ഞിക്കുണം എന്താണെന്ന് നീ അറിയും. നിന്റെ മുമ്പിലിട്ട് ചിലപ്പോ ഒരു തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ നിന്റെ മുത്തശ്ശിയെ ചിലപ്പോ വരുൺ, വരുൺ, പറയുന്ന കേക്ക്. വിട്. വിട്. വരുൺ. കണ്ടോ വക്കീലേ, ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസുകാരന്റെ ദേഹത്ത് കൈവച്ച എന്താ ശിക്ഷയെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. വരുൺ, താൻ വാ. ഞാൻ പറയുന്നേ കേക്ക്. വരുൺ, ഞാൻ താൻ വന്നേ. വേണ്ട. ഇവിടെ പറയുന്ന കേക്ക്. വരുൺ, വേണ്ട, വാ. വരൂ. ഓ, ഹ്, ഹ്, പോലീസുകാരന്റെ മേത്ത് കൈവയ്ക്കാൻ പറ്റിയിരിക്കുന്നു മാറ്റി. ഏയ്, തനിക്ക് വന്നേ. താൻ എന്താടോ ഈ കാണിച്ചത്? തനിക്ക് വേണ്ടപ്പെട്ടൊരു പ്രതി അകത്തുള്ളപ്പോ മാന്യമായിട്ട് വേണ്ടേ പെരുമാറാൻ? യൂണിഫോമിലൂടെ ഒരു ഉദ്യോഗസ്ഥനെ കൈവച്ചാൽ എന്താ സംഭവിക്കുന്നത് തനിക്കറിയോ? അയാൾ ബാക്കിയുള്ള പോലീസുകാരെ വിളിച്ചു കൂട്ടിയിരുന്നെങ്കിലേ തന്നെ പുറത്തോട്ടെടുക്കുന്നത് ശവമായിട്ടായിരിക്കും. സോറി സർ, അയാൾ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ താൻ എന്നെയും കൊണ്ട് ചെന്ന് കയറിയതേ പോലീസ് സ്റ്റേഷനിലേക്കാ, അല്ലാതെ അമ്പലത്തിലേക്കൊന്നും അല്ല. ശുദ്ധമായത് മാത്രം കേൾക്കാൻ. വരുൺ, ഇനി അകത്തേക്ക് പോണ്ടി വന്നാലും വരുണും കൂടി പോണ്ട. അത് അപകടാ. എന്റെ ലൈഫിൽ ഇത് ആദ്യത്തെ സംഭവം. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കുമായിരുന്നു. അതിനിടയ്ക്കാ തന്റെ നിയന്ത്രണം വിട്ടത്. സാർ എന്ത് ശരിയാക്കുമെന്ന് നീ പറയുന്നേ? അയാൾ ഒന്നോ രണ്ടോ വാചകം പറഞ്ഞതിന് സാറ് തലയും കുനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? ഓ, അപ്പൊ അവസാനം എന്റെ കഴിവിനെ കുറിച്ചായി പരാതി. അങ്ങനെയാണെങ്കിലേ ഈ കേസ് തുടർന്ന് നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഹ, എത്ര കാലമായി സാറേ ഈ വക്കീൽ കോട്ട് ഇടാൻ തുടങ്ങിയിട്ട്? ഇത്രയും സമയത്തിനുള്ളിൽ കൊള്ളാവുന്ന പോലീസുകാരെ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? പേടിയാണെങ്കിൽ ഈ പണിക്ക് നടക്കരുത് സാർ. വരുൺ, വരുൺ. പേടിയാണെന്ന് തന്നെ കൂട്ടിക്കോ. തന്നോട് ഞാനൊരു കാര്യം പറയാം. തന്റെ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് മുത്തശ്ശിയെ പുറത്തിറക്കാൻ താൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്നറിയാവോ? നിസാര ശിക്ഷ കിട്ടേണ്ട അവർക്ക് ചിലപ്പോ ജീവപര്യന്തം വരെ കിട്ടും. വരുൺ.